ഹലോ എവ്രി വൺ, ഇത് നമുക്കൊരു കേരള ഫിഷ് കറിയുടെ റെസിപ്പി കണ്ടാലോ. നല്ല അടിപൊളി ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണിത്. ഇത് തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി പാളി പോവുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമുക്കിതിനായിട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പേസ്റ്റ് വേണമെങ്കിലും എടുക്കാം, അരിഞ്ഞിട്ടും എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക്. ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില കൂടി വേണം. ഇനി നമുക്കിതിനായിട്ടൊരു പേസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മുളക് പൊടി പിരിയൻ മുളകും എരിവുള്ള മുളകും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കേട്ടോ. 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഇതിനെ നമുക്കൊരു പേസ്റ്റാക്കി എടുക്കാം. ഒരുപാട് ലൂസായിട്ട് പോകാൻ പാടില്ല, ഒരുപാട് തിക്കും അല്ല. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ചട്ടി ഒന്ന് വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നല്ലത് വെളിച്ചെണ്ണ തന്നെ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്, മുഴുവനായിട്ടുള്ളത്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉലുവയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാനിതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളകും ആണെങ്കിലും മുളക് പൊടി ആണെങ്കിലും നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഇനി പച്ചമുളകൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചുവന്ന ഉള്ളി കൂടി ഇടാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ഒന്നും ആവാൻ നിൽക്കേണ്ട. ഒന്ന് വഴന്ന് അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറി വരുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതും നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ ഈ ഒരു റെഡ് കളറൊക്കെ ഒന്ന് മാറി ഡാർക്ക് ഒരു റെഡ് മെറൂൺ കളറിലേക്ക് മാറും. അപ്പം നമുക്കിതിനകത്ത് ഈ എണ്ണയൊക്കെ ഈ വാട്ടർ ഒക്കെ ഒന്ന് പറ്റി എണ്ണയൊന്ന് തെളിഞ്ഞ് വരും. ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവി അധികം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്താൽ മതി. വെള്ളമൊക്കെ തികച്ചും ഓപ്ഷനല്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കിയിട്ട് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കുക. എരിവും അങ്ങനെ തന്നെ. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. അതും നിങ്ങളുടെ വീട്ടിൽ പുളി ഒരുപാട് പുളി ഉള്ളതാണെങ്കിൽ അതനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനിടയിൽ നിങ്ങളിതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചൂരയുടെ മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മീനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മീനെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവണം. തിളച്ചതിന് ശേഷം നമുക്ക് തീ സിമ്മിലാക്കി വെച്ചതിന് ശേഷം, മീഡിയത്തിലോ സിമ്മിലോ ആക്കി വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിക്കണം. ഇവിടെ എനിക്ക് തിളയൊക്കെ വന്നിട്ടുണ്ട് മീനിന്. അപ്പം ഞാൻ തീ ഒന്ന് കുറച്ചൊക്കെ, ഞാനിപ്പോൾ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഞാനതുകൊണ്ട് തീയൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. തിള വരുന്നത് കണ്ടോ. ഓക്കെ, ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റ് സൂപ്പറായിരിക്കും. ഇതൊരു ടേസ്റ്റ് എൻഹാൻസിങ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മീൻകറി എന്തായാലും ഈ ഒരു റെസിപ്പി നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട്
അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.